أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അത്യത്ഭുതകരമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅറാജ് എന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം എന്നാണ് അർത്ഥം. രാത്രിയിൽ യാത്ര ചെയ്യുക, അതിനെയാണ് ഇസ്രാ എന്ന് പറയുക. മിഅറാജ് എന്ന് പറഞ്ഞാൽ, അറജ എന്ന് പറഞ്ഞാൽ കയറി പോകുന്ന ഒന്ന്, അതിനെയാണ് മിഅറാജ് എന്ന് പറയുന്നത്. അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയിൽ പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്ത ആ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. മസ്ജിദുൽ അഖ്സയിലെത്തി അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പോയി തിരിച്ചു വന്ന യാത്രക്കാണ് മിഅറാജ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ ഈ സംഭവത്തെ എണ്ണിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ മുഅ്ജിസത്തായിട്ടാണ് പല പണ്ഡിതന്മാരും ഇസ്രാ മിഅറാജിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം. ആ അധ്യായം ആരംഭിക്കുന്നത് ഈ യാത്രയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഈ ഒരു യാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മക്കയുടെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചു വരികയാണ്.
ആ യാത്ര ഇസ്രാഅയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ യാത്ര ചെയ്താൽ പോലും 40 ദിവസത്തോളം വേണ്ടിവരും. അത്ര യാത്ര ദൈർഘ്യമുള്ള ആ സ്ഥലം, അവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ടുപോയി തിരിച്ചു വരുന്നത്. എന്ന് മാത്രമല്ല, ആകാശലോകത്തേക്ക് പോയി. 1-ാം ആകാശത്തേക്ക് മാത്രമല്ല, അവിടെ നിന്നും 7-ാം ആകാശം വരെ കടന്നുപോയി അള്ളാഹുവുമായി സംസാരിച്ചു. അവിടെ നിന്നും സ്വർഗ നരകങ്ങളെ കണ്ടു തിരിച്ചു വന്നു. 1-ാം ആകാശത്തിന്റെ ദൈർഘ്യമത്ര? 1-ാം ആകാശത്തേക്ക്, ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള ദൈർഘ്യമത്ര? ഈ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും 1-ാം ആകാശത്തിന് കീഴെയാണ്. 1-ാം ആകാശത്തിന്റെ അതിർത്തി പോലും ഇന്നും അതിന്റെ അതിർത്തി കണ്ടെത്താൻ സയൻസിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ പോയി, അവിടെ നിന്നും 2, 3, 4, 5, 6 കഴിഞ്ഞ് 7-ാം ആകാശത്തേക്ക് പോയി. അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയും കണ്ട് അള്ളാഹുവുമായി തിരിച്ചു വരുന്ന അത്ഭുതകരമായ യാത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതത്തോടുകൂടി തന്നെയാണ് യാത്രയെ കാണേണ്ടത്. കാരണം ഇത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞൊരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഹദീസ് പണ്ഡിതന്മാർ ഈ യാത്രയെ വിശദീകരിക്കുന്നുണ്ട്. ഈ യാത്രയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, ഇസ്രാ മിഅ്റാജ്, അതിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്രാ മിഅ്റാജ് അത് നടക്കാനുള്ള സാഹചര്യം പോലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകത്വത്തിന്റെ മക്ക ജീവിതത്തിന്റെ ഏകദേശം പകുതി പിന്നിട്ട് അതിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. ആമുൽ ഹുസ്ൻ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ ദുഃഖകരമായ വർഷം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നായിരുന്നു ആമുൽ ഹുസ്ൻ. എന്തുകൊണ്ടാണ് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ദുഃഖം പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി. മുസ്ലിമായിട്ടില്ലെങ്കിൽ പോലും പ്രവാചകനെ ചേർത്തു പിടിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വിഷയമായിരുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നതും സാമ്പത്തികമായും മാനസികമായും പ്രവാചകനെ ചേർത്തു പിടിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ചെയ്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, പുറത്തുനിന്ന് വരുന്ന പ്രയാസങ്ങളെ തടയാൻ, പ്രവാചകനെ സംരക്ഷിക്കാൻ മുസ്ലിമായിട്ടില്ലെങ്കിൽ പോലും അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. അകത്തുനിന്ന് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി പ്രവാചകനെ ചേർത്ത് പിടിച്ച ഖദീജ ബീവി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ. പക്ഷേ രണ്ടുപേരും മരണപ്പെട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അബൂ ത്വാലിബിന്റെ മരണത്തോടെ മക്കയിലുണ്ടായിരുന്ന എതിർപ്പ് വർദ്ധിക്കുകയാണ്. മുൻപുള്ളതിനേക്കാൾ അതിശക്തമായ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ശത്രുക്കൾ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. കാരണം അതുവരെ അവർക്ക് അബൂ ത്വാലിബിനെ പേടിയായിരുന്നു. അതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു.
പക്ഷേ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോൾ അതോടെ അവർക്ക് കുറച്ചുകൂടെ പ്രവാചകനെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും കൂടുതൽ അവസരമാവുകയാണ്. അങ്ങനെ എല്ലാ രൂപത്തിലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം വന്ന സമയത്ത്, വിഷമം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പോകുന്നത് ത്വായിഫിലേക്കാണ്. ത്വായിഫിൽ ആരാണുള്ളത്? പ്രവാചകന്റെ കുടുംബക്കാരുണ്ട്, വാപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. തന്നെ സ്വീകരിക്കാനും തന്നെ സ്നേഹിക്കാനും തന്റെ വാപ്പയുടെ ഉമ്മയുടെ കുടുംബക്കാർ മക്കയിൽ നിന്ന് ഏകദേശം 150 അല്ലെങ്കിൽ 100 കിലോമീറ്റർ അകലെയുള്ള ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാചകൻ കടന്നു ചെല്ലുന്നത്. തന്നെ സ്വീകരിക്കുമവർ, തനിക്കാശ്വാസമാകുമവർ, തന്റെ പ്രയാസങ്ങൾ അവിടെ ഇറക്കി വെക്കാം, അതോടൊപ്പം ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കാം, അവർക്ക് ദഅവത്ത് ചെയ്യാം, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ പലതവണ കേട്ടതാണ്. എല്ലാ രൂപത്തിലും പ്രവാചകനെ നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രൂപത്തിലും ആക്രമിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുകയും അവിടെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ പ്രയാസത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങി വരുന്ന രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ ഉഹുദ് യുദ്ധം നടക്കുന്ന ഒരു സമയമുണ്ട്. ത്വായിഫിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം ത്വായിഫിൽ നിന്നുണ്ടായ പ്രയാസം, അതിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ ഒരു സംഭവം പറയാം. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉഹുദ് യുദ്ധം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രയാസം ചെറുതല്ല. കാരണം ആദ്യഘട്ടത്തിൽ പ്രവാചകൻ വിജയിക്കുകയും പിന്നീട് മുസ്ലിമീങ്ങൾ തോറ്റുപോവുകയും പരാജയപ്പെടുകയും ചെയ്ത യുദ്ധം, അതാണ് ഉഹുദ് യുദ്ധം. പ്രവാചകന്റെ നെറ്റി പൊട്ടി, പ്രവാചകന്റെ പല്ല് പൊട്ടി, പ്രവാചകന്റെ മുഖത്തു നിന്നും ചോര വന്നു, പ്രവാചകൻ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണു, ചതിക്കുഴിയിൽ വീണു. ഒരു വേള പ്രവാചകൻ മരണപ്പെട്ടുവെന്ന് പോലും ശത്രുക്കൾ പറഞ്ഞു പരത്തുകയും കിംവദന്തികൾ ഉണ്ടാക്കുകയും ചെയ്ത ആ രംഗം. അങ്ങനെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ദിവസം ഇന്നാണോ, ഈ ഉഹുദിന്റെ ദിവസമാണോ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ല ആയിഷ, ത്വായിഫിനോളം ഇത്, ത്വായിഫിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ നിസ്സാരമാണ് ആയിഷ. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് മാത്രം ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി ആ ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങി മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. മക്കക്കടുത്തുള്ള മിന എന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുകയാണ്. ചില ചരിത്രത്തിൽ കാണാം, അവിടെ വന്നപ്പോഴാണ്, അവിടെ വരെ വളരെ പ്രയാസപ്പെട്ട് ക്ഷീണിതനായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ മക്കക്കടുത്തുള്ള മിനയുടെ അടുത്ത് വെച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥാർത്ഥത്തിൽ ബോധം തെളിഞ്ഞത് എന്ന് വരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിനയുടെ താഴ്വാരത്തിരിക്കുന്ന സമയത്താണ് മാലാക കടന്നു വരുന്നത്. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മാലാക കടന്നു വരികയാണ്. എന്നിട്ട് ആ പർവ്വതങ്ങളുടെ മാലാക ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബേ, ആ രണ്ട് കുന്നുകൾ ഏതാണ്? ആ രണ്ട് കുന്നുകൾ, ഒന്ന് ജബൽ ഖുബൈസ്, മറ്റൊന്ന് ഖുഐഖിആൻ എന്ന് പറയുന്ന ഒരു കുന്ന്. ഈ രണ്ട് കുന്നുകളാണ്. മക്കയിലാണ് രണ്ട് കുന്നുകൾ ഉള്ളത്, ഉയർന്ന കുന്നുകളാണ്. ആ കുന്നുകൾ ചൂണ്ടിക്കാണിച്ച് മലക്ക് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കുന്നുകളെടുത്ത് ശത്രുക്കളെ ഞങ്ങൾ തകർത്ത് കളയാൻ അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ താങ്കളുടെ അനുവാദം വേണം. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ ചെയ്യണ്ട. കാരണം അവരുടെ തലമുറ ഇസ്ലാം സ്വീകരിച്ചെങ്കിലോ തൗഹീദ് സ്വീകരിച്ചെങ്കിലോ എന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. രണ്ടടി മുന്നോട്ട് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആ സമയത്താണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് നമസ്കരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദീർഘമായി പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ, പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടേക്കതാ ജിന്ന് വർഗം കടന്നു വരികയാണ്. അവിടേക്കൊരു കൂട്ടം ജിന്നുകൾ അല്ലാഹു അയക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിനയുടെ താഴ്വാരത്ത് വെച്ച് ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ക്ഷീണിതനായി അവിടെ വെച്ച് ദീർഘമായി നമസ്കരിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത ആ രംഗത്തിന് ജിന്നുകൾ സാക്ഷിയാവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ജിന്നുവർഗം കേൾക്കുകയാണ്. അങ്ങനെ ആ രംഗം സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ. പ്രവാചകരെ, താങ്കളുടെ അടുത്തേക്ക് ഒരു കൂട്ടം ജിന്നുകളെ നാം അയച്ച സന്ദർഭം വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ പാരായണം അത് ശ്രദ്ധിച്ചു കേൾക്കുന്നതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴാണ് അറിയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞില്ലേ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ. അപ്പോഴാണ് റസൂലുള്ളാഹി അറിയുന്നത്. റസൂലുള്ളാഹി അറിഞ്ഞില്ല അവിടെ ജിന്ന് വർഗമുണ്ട്, എന്റെ ഖുർആൻ പാരായണം അവർ കേൾക്കുന്നുണ്ട്, അത് റസൂലുള്ളാഹി അറിഞ്ഞില്ല. അല്ലാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവർ കേട്ടപ്പോൾ ജിന്ന് വർഗം പറയുകയാണ്, അൻസിതൂ, നിങ്ങൾ മിണ്ടാതിരിക്കണം, അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അങ്ങനെ ആ ഖുർആൻ പാരായണം കേട്ട ശേഷം അവർ അവരുടെ സമുദായത്തിലേക്ക് അവരിലേക്ക് തിരിച്ചു പോവുകയാണ്, അവരുടെ വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എങ്ങനെയാണ് പോയത്? അവർ താക്കീതുകാരായി കൊണ്ടാണ് തിരിച്ചുപോയത് എന്ന് പറഞ്ഞാൽ, അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട ആ ജിന്നുവർഗം വിശ്വാസികളാകുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്തിനാണ് ഈ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുവർഗത്തെ കേൾപ്പിക്കുകയും അവർ മുസ്ലിമായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത് എന്തിനാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുകയാണ്, മനുഷ്യവർഗത്തിന് അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിലും, താങ്കളുടെ ദഅവത്ത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും നബിയെ, താങ്കളെ കേൾക്കാൻ, താങ്കളെ വിശ്വസിക്കാൻ ഇവിടെ ജിന്നുവർഗമുണ്ട് നബിയെ. താങ്കൾ മനുഷ്യരിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകനല്ലല്ലോ, താങ്കൾ ജിന്നുവർഗത്തിലേക്കും കൂടി നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ലേ. പിന്നെ എന്തിന് താങ്കൾ ദുഃഖിക്കണം? പിന്നെ എന്തിന് താങ്കൾ വിഷമിക്കണം? അതാണ് ജിന്നുവർഗത്തെ അങ്ങോട്ട് അയക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് സയ്യിദ് ഇബ്നു ഹാരിസ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എങ്ങനെ താങ്കൾ മക്കയിലേക്ക് പ്രവേശിക്കും? അവിടുന്ന് താങ്കൾ ആട്ടി പുറത്താക്കിയവരല്ലേ അവർ, താങ്കൾ ആക്രമിച്ചവരല്ലേ, അങ്ങനെ താങ്കൾ പോയതല്ലേ ത്വായിഫിലേക്ക്, അഭയം തേടി പോയതല്ലേ. ഇനിയും അങ്ങോട്ട് ചെന്നാൽ അവരെന്താണ് ചെയ്യുക എന്ന് താങ്കൾക്കറിയുമോ? ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, ഞാൻ റബ്ബിൽ ഏൽപ്പിക്കുന്നു. തവക്കൽ അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു. കാരണം അല്ലാഹു എനിക്ക് ഒരു മാർഗം കാണിച്ചു തരും, അല്ലാഹു എനിക്ക് സഹായം ചെയ്തു തരും, അല്ലാഹ് എന്നെ സഹായിക്കും, അല്ലാഹ് ഒരു മാർഗം എനിക്ക് കാണിച്ചു തരും. നോക്കൂ നിങ്ങൾ, അവിടെയാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടം നിൽക്കുന്ന സമയം, എല്ലാവരും എതിർക്കുകയും എല്ലാവരും കൈയൊഴിയുകയും ചെയ്ത സന്ദർഭം. ആ സമയത്താണ് ഇസ്രാ മിഅ്റാജ് കടന്നു വരുന്നത്. സൂറത്തുൻ നഹ്ലിൽ കാണാം, വസ്ബിർ വമാ സുബ്റുക ഇല്ലാ ബില്ലാഹ് വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ദൈകിൻ മിമ്മാ യംകുറൂൻ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞാൽ സൂറത്ത് ഇസ്രാഇന്റെ തൊട്ടു മുമ്പിലുള്ള സൂറത്താണ്. സൂറത്തു ഇസ്രാഇന്റെ തൊട്ടു മുമ്പിലുള്ള സൂറത്താണ് സൂറത്തു നഹൽ. സൂറത്തു നഹലിന്റെ അവസാനത്തെ 2 ആയത്തുകളാണ് 127, 128 ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. തുടർച്ചയായി തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണങ്ങളും സങ്കടങ്ങളും കടന്നു വന്നപ്പോൾ മുഹമ്മദ് നബിയെ
താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല, താങ്കളെ ഏറ്റെടുക്കാൻ ഞാനുണ്ട്, താങ്കളെ ഏറ്റെടുക്കാൻ അല്ലാഹുവുണ്ട് എന്ന വലിയ ആശ്വാസത്തിന്റെ വാചകമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കണം, വമാ സ്വബറുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലാതെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. വലാ തഹ്സൻ അലൈഹിം, ശത്രുക്കൾ അങ്ങയെപ്പറ്റി പലതും പറയുന്നുണ്ട്, ശത്രുക്കൾ അങ്ങയെ ആക്രമിക്കുന്നുണ്ട്, അതിന്റെ പേരിൽ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. വലാ തഖു ഫീ ദൈകിം മിമ്മാ യംകുറൂൻ, അങ്ങയെ ചതിക്കാൻ, അങ്ങയെ അപായപ്പെടുത്താൻ ശത്രുക്കൾ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. അത് കണ്ട് അത് കേട്ട് താങ്കൾ ഒരിക്കലും ദുഃഖിക്കരുത്, പേടിക്കരുത് നബിയേ. വലാ തഹ്സൻ അലൈഹിം, അതിന്റെ പേരിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കണ്ട. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്, അല്ലാഹു മുഹ്സിനീങ്ങളോടൊപ്പമാണ് നബിയേ. അഥവാ ലോകത്തെ ഏറ്റവും വലിയ തഖ്വയുള്ളതാരാ? അങ്ങാണ് നബിയെ, മുഹമ്മദ് നബിയെ, താങ്കളാണ് ഏറ്റവും വലിയ തഖ്വയുള്ളത്. അതുകൊണ്ട് അങ്ങയുടെ കൂടെ അല്ലാഹുവുണ്ട്. ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനെന്നാണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയേക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാരാ? കാലിൽ നീരി വരുവോളം അല്ലാഹുവിന് വേണ്ടി രാത്രിയിൽ ഉറക്കമൊഴിവാക്കി അങ്ങയെപ്പോലെ നമസ്കരിക്കുന്നവരാരാ? അങ്ങയെപ്പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാരാ? അതുകൊണ്ട് അങ്ങയോടൊപ്പം അല്ലാഹുവുണ്ട് നബിയെ, അല്ലാഹു താങ്കളെ സഹായിക്കും നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ അവസാന വാചകം. എന്നിട്ടതാ സൂറത്ത് ഇസ്രാ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സുബ്ഹാൻ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലദീ, അവനാരാണ്? അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിൽ അവന്റെ അടിമയെ യാത്ര ചെയ്യിപ്പിച്ചവനാണവൻ. എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും, അഥവാ കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുക. ആ മസ്ജിദുൽ ഹറമിൽ നിന്നും ഇലൽ മസ്ജിദിൽ അഖ്സാ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചവനാണ് അവൻ. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റും, ജെറൂസലമിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റും അല്ല ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ് നബിയെ. ലിനുരിയഹു മിൻ ആയാതിനാ, എന്തിനാണ് ഈ ഒരു യാത്ര റബ്ബ് സംവിധാനിച്ചത്? ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ ഒട്ടനേകം അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് നബിയെ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. താങ്കളെ കല്ലെറിയുന്നത് അവൻ കാണുന്നുണ്ട്, താങ്കളെ അപായപ്പെടുത്താൻ കുതന്ത്രങ്ങൾ മെനയുന്നത് അവൻ അറിയുന്നുണ്ട് നബിയെ. അവൻ ഏറ്റെടുക്കും, അല്ലാഹു ഏറ്റെടുക്കും. ഞാൻ അറിയുന്നുണ്ട് നബിയെ, ഞാൻ ഏറ്റെടുക്കും താങ്കൾ. അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് പോരൂ. ഭൂമിയിലല്ലേ താങ്കൾക്ക് പ്രശ്നം? ഭൂമിയിലുള്ളവരല്ലേ താങ്കളെ കല്ലെറിയുന്നത്? ആകാശലോകം ഏറ്റെടുക്കാൻ തയ്യാറാണ് നബിയെ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അല്ലാഹു ഏറ്റെടുക്കുകയാണ്. അതാണ് ഇസ്റാ മിഅറാജ്, മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. എന്താ അഖ്സാ എന്ന് പറഞ്ഞാല്? അങ്ങേയറ്റം എന്നർത്ഥം. മസ്ജിദുൽ അഖ്സാ, അങ്ങേയറ്റത്തെ പള്ളി. മസ്ജിദുൽ ഹറമിൽ നിന്നും അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു പള്ളി ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങേയറ്റത്തെ പള്ളി, അതാണ് ഖുർആൻ സൂറത്ത് യാസീനിൽ കേട്ടില്ല, വജാഅ മിൻ അഖ്സാ, വജാഅ മിൻ അഖ്സൽ മദീന എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ വിശുദ്ധ ഖുർആൻ പറയാണ് മസ്ജിദുൽ അഖ്സാ, അങ്ങേയറ്റത്തെ പള്ളി. അന്നത്തെ കാലഘട്ടത്തിൽ അതിനിടയിൽ വേറെ പള്ളി ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അവിടെ പ്രധാനപ്പെട്ട ഒരു പള്ളി വരാനുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. പിന്നീട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളി വരാനുണ്ട് നബിയെ എന്നൊരു സൂചന കൂടെ ഈ ആയത്തിലുണ്ട് എന്നതാണ്. ഏതാണ് ആ പള്ളി? അതാണ് മസ്ജിദുൻ നബവി. അതാണ് പിൽക്കാലത്ത് വന്ന മസ്ജിദുൻ നബവി. അന്ന് മസ്ജിദുൻ നബവി ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷമാണ് മസ്ജിദുൻ നബവിക്ക് തുടക്കമിടുന്നത്. ഇസ്രാ മിഅ്റാജ് യാത്രയുടെ സമയത്ത് മസ്ജിദുൻ നബവി ഇല്ല. അന്നതിനിടയിൽ വേറെ പള്ളിയില്ല.
അതിന്റെ അപ്പുറത്ത് വേറെ പള്ളിയില്ല. അത്രയേറെ അകലെ അങ്ങേയറ്റത്തെ പള്ളി അതാണ് മസ്ജിദുൽ അഖ്സ. നോക്കൂ നിങ്ങൾ, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് അതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് കാണാം അതിന്റെ നടുവിലാണ് മദീനയുള്ളത്, അതിന്റെ നടുവിലാണ് മസ്ജിദ് നബവിയുള്ളത്. അതുകൊണ്ടല്ലേ മസ്ജിദ് ഖിബ്ലത്തൈൻ. എന്താണ് മസ്ജിദ് ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞാൽ? ഒരേ നമസ്കാരത്തിൽ രണ്ട് ഖിബ്ലയെ സ്വീകരിച്ച പള്ളി, ഒരേ നമസ്കാരത്തിൽ രണ്ട് ഖിബ്ലയെ സ്വീകരിച്ച പള്ളി. ആദ്യത്തെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയായി സ്വീകരിക്കുകയും, എന്നാൽ അതേ നമസ്കാരത്തിൽ ഇതാ ആയത്തിറങ്ങിയിട്ടുണ്ട്, ഖിബ്ല മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാ തിരിഞ്ഞത്? നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് മക്കക്കും ഫലസ്തീനും ഇടയിലാണ് എന്തുള്ളത്? മദീനയുള്ളത്. മസ്ജിദുൽ അഖ്സ അങ്ങേയറ്റത്തെ പള്ളി. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലഘട്ടത്തിൽ യാത്രാ ദൈർഘ്യം 40 ദിവസത്തിലേറെ 1400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് 1400 കിലോമീറ്റർ. പക്ഷേ ആ യാത്രയാണ് കേവലം നിമിഷങ്ങൾ കൊണ്ട്, കേവലം ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുന്നത്. സുദീർഘമായ പല ഹദീസുകളിലായി പരന്നു കിടക്കുകയാണ് ഈ വിഷയം. വളരെ ഒരുപാട് ഹദീസുകളിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു എന്ന് ചില റിപ്പോർട്ടിൽ കാണാം. ആരാണ് ഉമ്മുഹാനി എന്നത് നേരത്തെ പ്രവാചകന്റെ ചരിത്രം വിശദീകരിച്ചിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ അടുത്ത് 2 മലക്കുകൾ വന്നു. എന്നിട്ട് അതിലൊരു മലക്ക് എന്നെ നോക്കി പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഹൃദയം ഉറങ്ങുന്നില്ല, ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ മാത്രമാണ് ഉറങ്ങുന്നത്. എന്നിട്ട് ആ 2 മാലാഖമാർ എന്നെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കഅബാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ കിടത്തുകയാണ്. എന്നിട്ടതാ അവിടെ വെച്ച് ഫസ്തുഖ്രിജ ഖൽബി, എന്റെ ഹൃദയം, എന്റെ നെഞ്ചവർ പിളർക്കുകയാണ്, എന്റെ ഹൃദയം പുറത്തേക്ക് കിടക്കുകയാണ്. ഫഗുസില ബിമാഇ സംസം, എന്നിട്ട് എന്റെ ഹൃദയത്തെ സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുകയാണ്. സുമ്മ ഉഈദ മക്കാനഹു, എന്നിട്ടതാ കഴുകി ശുദ്ധിയാക്കിയ ശേഷം അതേ സ്ഥാനത്ത് വീണ്ടും വെക്കുകയാണ്. സുമ്മ ഹുശിയ ഈമാനും വഹിക്കുമ, എന്നിട്ടതാ അവിടെ ആ ഹൃദയത്തിൽ ഈമാനും ഹിക്മത്തും നിറക്കുകയാണ്. പ്രവാചകന്റെ ഹൃദയം പിളർത്തി, നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്ത സമയം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതെപ്പോഴായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ വയസ്സിൽ ബനൂ സഅദിയ ഗോത്രത്തിൽ ഹലീമയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ മലക്കുകൾ വന്ന് പ്രവാചകൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനെ പിടിച്ചു കിടത്തുകയും പ്രവാചകന്റെ നെഞ്ച് പിളർക്കുകയും എന്നിട്ട് ഹൃദയം പുറത്തേക്കെടുത്ത് സംസം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി എന്ന് സ്വഹീഹായ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ സംഭവമാണ്. എന്തിനാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ഹൃദയം ശുദ്ധിയാക്കുന്നത്? ഒരു വലിയ ഭാരം ഏറ്റെടുക്കാൻ പ്രവാചകരെ താങ്കൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ 1ാമത്തെ നെഞ്ചു പിളർക്കലിലൂടെ, ഹൃദയം ശുദ്ധിയാക്കലിലൂടെ നടന്നത്. ഇവിടെ ഇതാ താങ്കൾ പോകാൻ പോകുന്നത് നിസ്സാരമായ ഒരു സ്ഥലത്തേക്കല്ല, താങ്കൾ യാത്ര ചെയ്യാൻ പോകുന്നത് നിസ്സാരമായ ഒരു കാര്യത്തിനുമല്ല. അതുകൊണ്ട് അതിനു മുമ്പേ താങ്കൾ ഒന്നുകൂടെ താങ്കളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. ബുറാക്കിനെ കൊണ്ടുവരപ്പെട്ടു. എന്താ ബുറാക്ക്? ബറക്ക് എന്നതിന്റെ ജം ആണെന്ത്? ബുറാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബറക്ക് എന്ന് പറഞ്ഞാല് യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹു എന്ന് കേട്ടിട്ടില്ലേ? മിന്നൽ, പ്രകാശവേഗത എന്നാണ്. പ്രകാശം, അതാണ് മിന്നൽ. നോക്കൂ നിങ്ങൾ, യകാദുൽ ബർഖ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. സൂറത്തുൽ ബഖറയിൽ നമുക്ക് ആ വാചകത്തെ നമുക്ക് കാണാം. ശരി, അങ്ങനെ ബുറാക്കിനെ കൊണ്ടുവന്നു. ആ ബുറാക്കിനെ കുറിച്ച് പറഞ്ഞു, വഹുവ ദാബത്തുൻ നബിയ്യു തവീലുൻ ഫൗകൽ ഹിമാരി വദൂനൽ ബഗൽ. നല്ല നീളമുള്ള, നല്ല വെളുത്ത, നല്ല സൗന്ദര്യമുള്ള ഒരു മൃഗം, കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായൊരു മൃഗം. അതിന്റെ കണ്ണെത്തുന്നിടത്ത് കാലത്തും അത്രയ്ക്കും വേഗതയാണ്. അതാണ് ബറക്ക്, പ്രകാശവേഗത. അതിലേക്ക് നമ്മൾ താരതമ്യം ചെയ്യല്ല, പക്ഷേ ബറക്ക് എന്ന പേരിലൂടെ തന്നെ അതിന്റെ വേഗതയെ നമ്മൾ മനസ്സിലാക്കണം.
അത്രയേറെ വേഗതയിൽ, അതിന്റെ കണ്ണെത്തുന്നിടത്ത് കാലത്തും ആ രൂപത്തിൽ യാത്ര ചെയ്യുന്ന വേഗതയുള്ള ഒരു മൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നല്ല സൗന്ദര്യമുള്ള, കാണാൻ ഭംഗിയുള്ള, നല്ല നീളമുള്ള ഒരു മൃഗം. ബുറാഖ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കടന്നു വരുന്നുണ്ടാകും. ഒരു കുതിര, ഒരു കിരീടമൊക്കെ വെച്ച് നല്ല ചിറകുകളൊക്കെ കൊടുത്ത് അല്ലേ, എന്നിട്ട് ആളുകൾ വീടിന്റെ ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. എന്തിനാ? അതൊരു ബർക്കത്താണെന്ന ചില ആളുകളുടെ വിശ്വാസം. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. അത് യഥാർത്ഥത്തിൽ ബുറാഖല്ല. അത് ബുറാഖല്ല എന്ന് പറഞ്ഞാൽ ബുറാഖിനെ നമ്മൾ നിഷേധിക്കല്ല. ചില ആളുകൾ പറയും അത് ബുറാഖല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാ ബുറാഖിനെ നിഷേധിക്കുന്നു എന്നൊക്കെ ചില ആളുകൾ പറയും. ബുറാഖിനെ നിഷേധിക്കല്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ സംഭവം ഇവിടെ പറയേണ്ടതില്ലല്ലോ. മറിച്ച് ഇങ്ങനെ ചിത്രം വരച്ച് ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞ് കുതിരയുടെ രൂപത്തിൽ കുതിരക്കൊരു കിരീടം വെച്ച് നല്ല വെളുത്ത കുതിരയെ അതിന് ചിറകും കൊടുത്ത് ചിത്രം വരച്ച് പിന്നെ ചുമരുമ വെക്കുന്ന രീതി ഇസ്ലാമികമല്ല, അത് ശരിയല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഫറകിബ്തുഹു, ഞാൻ ആ ബുറാഖിന്റെ പുറത്ത് കയറി. അങ്ങനെ ഹത്താ അത്തൈതു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിലെത്തി. ജെറൂസലമിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ഫറബതുഹു ബിൽ ഹൽഖത്തില്ലതി യർബിതു ബിഹിൽ അംബിയാ, അവിടെ പ്രവാചകന്മാർ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ വാഹനത്തെ കെട്ടിയിടുന്ന ഒരു വളയമുണ്ട്, ഒരു ചെറിയ ഒരു വളയമുണ്ട്, ഒരു വട്ടമുണ്ട്. അവിടെ എന്റെ വാഹനമായ ബുറാഖിനെ ഞാൻ അവിടെ കെട്ടിയിട്ടു. എല്ലാ പ്രവാചകന്മാരും അവിടേക്ക് വരും. അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുപാടും അല്ലാഹുവിന്റെ ബർക്കത്ത് നൽകപ്പെട്ട ഒരു പ്രദേശമാണ്. അതാണ് ബൈത്തുൽ മുഖദ്ദസ്. അതാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. അവിടേക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് യാത്ര ചെയ്യുന്നത്. ലോകത്ത് കടന്നു വന്ന എത്ര പ്രവാചകന്മാരുണ്ടോ അവരൊക്കെ നടന്ന മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും കടന്നു വന്ന മണ്ണിന്റെ പേരാണ് ഫലസ്തീൻ, അതാണ് ജെറൂസലം. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹി കയറി. സുമ്മ ദഖൽതുൽ മസ്ജിദ, എന്നിട്ട് ഫസല്ലൈതു ഫീഹി റകഅതൈൻ, 2 റകഅത്ത് നമസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര റകഅത്തിന്റെ പ്രതിഫലാണ് ബൈത്തുൽ മുഖദ്ദസ് നിസ്കാരത്തിന്? 100 റകഅത്തിന്റെ പ്രതിഫലം അല്ലേ? പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യരുത്. ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യല്ലേ. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മദീനയിലെ മസ്ജിദുൻ നബവി, മൂന്നാമത്തേത് ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ശരി, ഫസല്ലൈതു ഫീഹി റകഅതൈൻ, ഞാൻ 2 റകഅത്ത് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം കാണുകയാണ്. എന്താണ് ആ വലിയ അത്ഭുതം? ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും മുഹമ്മദ് നബിയുടെ പുറകിൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുറകിൽ മഅമൂമായി നമസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി ഇമാമായി നിസ്കരിക്കുന്നു. സയ്യിദുൽ അംബിയാ വ ഇമാമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി അങ്ങനെ പറയുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമത്തായ റസൂലുള്ളാഹി, ഇമാമായ റസൂലുള്ളാഹി, എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായ റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറകിൽ എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്ത് നിൽക്കുമ്പോൾ മഅമൂമിങ്ങളായി നമസ്കരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. ഏതാണ് ആയത്ത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. സൂറത്തു സുഖ്റുഫിലെ 45-ാമത്തെ ആയത്ത്. നബിയെ ചോദിക്കണം ഇതാ പ്രവാചകന്മാർ, നബിയെ ചോദിക്കണം ഇതാ മുൻകഴിഞ്ഞു പോയ ഞാൻ നിയോഗിച്ച, ഞാൻ അയച്ച മുഴുവൻ പ്രവാചകന്മാരും ഇതാ താങ്കളുടെ മുന്നിലുണ്ട്. അവരോട് ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ. അല്ലാഹുവിന് പുറമെ ഇലാഹാക്കാൻ വേറെ വല്ല ദൈവങ്ങളെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവോ? തൗഹീദ് സ്ഥാപിക്കുകയാണ് അവിടെ. അതിശക്തമായ രൂപത്തിൽ തൗഹീദിന്റെ ആയത്തിറങ്ങുകയാണ്. പക്ഷെ അത്ഭുതം എന്തെന്നറിയോ?
ഈ ആയത്താണ് ഷിർക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഷിർക്ക് സ്ഥാപിക്കാൻ നമ്മുടെ കേരളക്കരയിൽ ആദ്യമായി അള്ളാഹു വല്ലാത്തവരോട് ദുആ ചെയ്യാൻ കേരളക്കരയിൽ ആദ്യമായി ഓതിയ ആയത്ത് സൂറത്തു സുഖ്റുഫിലെ 45-ാമത്തെ ആയത്താണ്. വസ്അൽ, നബിയോട് ചോദിക്കാനല്ലേ പറയുന്നത്, അതുകൊണ്ട് നബിയോട് ചോദിച്ചോ, നബിയോട് പ്രാർത്ഥിച്ചോ, നബിയോട് ഇസ്തിഗാസ ചെയ്തോ എന്ന് പറയാൻ കേരളക്കരയിൽ ആദ്യമായി ഓതിയ ആയത്ത് തൗഹീദ് സ്ഥാപിക്കാൻ അള്ളാഹു അവതരിപ്പിച്ച ആയത്ത്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി പലരും പിന്നീട് കൊണ്ടുവന്നതും തൗഹീദ് സ്ഥാപിക്കാൻ അള്ളാഹു ഇറക്കിയ ആയത്താണ്. സൂറത്തുൽ ബഖറയിലുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഹേ പ്രവാചകരെ, താങ്കളോട് എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ, അല്ലേ, അപ്പൊ നബിയോട് ചോദിച്ചാൽ, അതുകൊണ്ട് ചോദിക്കാം. ബാക്കി എന്താ പറയണത്? അതിശക്തമായ രൂപത്തിൽ തൗഹീദ് സ്ഥാപിക്കുന്ന ആയത്തുകളാണ്. ശരി, സുമ്മ ഖറജ്തു, അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ വെച്ചാണ് ജിബ്രീലിനെ കാണുന്നത്. ഫജാഅനി ജിബ്രീലു അലൈഹിസ്സലാം, വീണ്ടും ജിബ്രീൽ അടുത്തേക്ക് വരികയാണ്. ബിഇനാഇൻ, ജിബ്രീലിന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഒരു പാത്രത്തിൽ മിൻ ഖംറിൻ, മദ്യമാണ്. വഇനാഇൻ മിൻ ലബനിൻ, മറ്റൊരു പാത്രത്തിൽ പാലാണ്. അന്ന് മദ്യ ഹറാമാക്കിയിട്ടില്ലല്ലോ, അല്ലേ? ഒരു പാത്രത്തിൽ മദ്യമാണ്, മറ്റൊരു പാത്രത്തിൽ പാലാണ്. എന്നിട്ട് പറഞ്ഞു, ഏതാണ് പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. വഖ്തർത്തുൽ ലബന, ഞാൻ പാല് തെരഞ്ഞെടുത്തു. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, ഇഖ്തർതൽ ഫിത്ര, താങ്കൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന പാനീയമാണ് നബിയെ തെരഞ്ഞെടുത്തത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പാനീയം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പാനീയമാണ് പാല്. ലോകത്ത് കടന്നു വന്ന മനുഷ്യരടക്കമുള്ള മുഴുവൻ ജന്തു ജീവജാലങ്ങളും ഒരുപക്ഷേ ആദ്യമായി കുടിക്കുന്നത് പാനീയം പാലായിരിക്കും, അല്ലെ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പാനീയം. ആ രൂപത്തിൽ അള്ളാഹു ഏറെ ഗുണങ്ങളോടുകൂടെ സംവിധാനിച്ച ഒന്നാണ് പാല് എന്നത്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തതും. ഇതിലൊരു സന്ദേശമുണ്ട്, ഇതിനൊരു സന്ദേശമുണ്ട്. ഉമ്മത്തെ, നിങ്ങൾ കുടിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത് ഹലാലും തൊയ്യിബുമായിരിക്കണം. മദ്യം ഹറാമാണ്, അതിലേക്ക് അടുക്കരുത്. അത് വിളമ്പുന്ന സദസ്സിൽ പോലും നിങ്ങൾ പങ്കെടുക്കല്ലേ. വിളമ്പുന്ന സദസ്സിൽ പോലും പങ്കെടുക്കാൻ പാടില്ല, അല്ലേ? ചില ആളുകളൊക്കെ പറയും, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, കൂട്ടുകാരല്ലേ, റൂമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കുടിക്കുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് പെപ്സി കുടിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളല്ല കേട്ടോ, കുറേ ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ബാച്ചിലേഴ്സ്. ഇല്ല, ശരിയല്ല. ആ സദസ്സിൽ പോലും ഇരിക്കാൻ പാടില്ല. ഏറ്റവും വലിയ സന്ദേശം കൂടെ സഹോദരങ്ങളെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ശരി, അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് കയറിപ്പോവുകയാണ്. ഓരോ പ്രവാചകന്മാരെ കാണുകയാണ്. ആ പ്രവാചകന്മാരെ കാണുന്ന സമയത്ത് ആ പ്രവാചകന്മാരുമായി സംഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ രൂപം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം അള്ളാഹുവുമായി സംസാരിക്കുന്നുണ്ട്. അവിടെ വെച്ച് 2 നദികൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് സിദ്റത്തുൽ മുൻതഹ കാണുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യങ്ങൾ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഇസ്റാ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മിഅ്റാജ് ആരംഭിക്കാൻ പോവുകയാണ്. മിഅ്റാജ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. തീർച്ചയായും പ്രവാചക ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും കൂടുതൽ നമ്മുടെ ഈമാൻ ശക്തമാക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും സുന്നത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ക്ലാസ്സുകളുമൊക്കെ അതിന് നമുക്ക് സഹായം നൽകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെയൊക്കെ പലരുടെയും വാപ്പമാർ, ഉമ്മമാർ, വല്ലുപ്പമാർ, വല്ലുമ്മമാർ, നാഥ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരുടെ ഖബറിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന മൂലം, ദുആ മൂലം എല്ലാ പ്രയാസങ്ങളും മാറ്റി അവരുടെ ബർസഖി ജീവിതം നീ ഒരു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്നവർ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. അല്ലാഹുവേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിന്റെ ഷർറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഇണകളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ തൗഹീദുള്ള 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. നാഥ, നാളെ പരലോകത്ത് നിന്റെ കോടതിയിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ സൂര്യൻ തലക്കൊരിച്ചാണിത് കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ വിചാരണ എളുപ്പത്തിൽ പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടെ വലതുകയിൽ ഗന്ധം വാങ്ങി സിറാത്ത് എന്ന പാലത്തിലൂടെ അതിവേഗം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.